ഇസ്രായേലിന്റെ ഫലസ്തീനിലെ ഗസയിലെ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സൈനികർ സംഗമിച്ചിരിക്കുന്ന ഒരു വലിയ ബിൽഡിംഗ് ആണ് ഹമാസ് പോരാളികൾ ബോംബ് വെച്ച് തകർത്തിരിക്കുന്നത്. ഇതിൽ ഇസ്രായേലിന്റെ സൈനികർ ധാരാളം മരണപ്പെടുകയും അതുപോലെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗസയിലെ റഫൈൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഇസ്രായേലിന്റെ സൈന്യം കരമാർഗം ഗസയിലേക്ക് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതുവരെ ദിവസങ്ങളോളം കാര്യമായ പ്രതികരണമൊന്നും ഹമാസിന്റെ ഭാഗത്ത് ഇല്ലായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയപ്പെടുന്നത് ജനവാസ കേന്ദ്രങ്ങൾ, അതായത് ആളില്ലാത്ത ചില പ്രദേശങ്ങൾ മാത്രമായിരുന്നു ഇതുവരെ ഇസ്രായേലിന്റെ സൈനികർ ടാങ്കുമായി കടന്നു വന്നിരുന്ന പ്രദേശം. എന്നാൽ അത് കഴിഞ്ഞ് ഹമാസിന്റെ സാന്നിധ്യമുള്ള ചില ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയതാണ് ഈ ഇസ്രായേലിന്റെ സൈനികർക്ക് വീണ്ടും വെടിനിർത്തൽ കരാറിന് മുമ്പുണ്ടായ ആക്രമണങ്ങളുടെ അല്ലെങ്കിൽ തിരിച്ചടി പോലുള്ള സമാനമായ തിരിച്ചടിയിലേക്ക് ഇപ്പോൾ ഹമാസ് വന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ സൈന്യം ഈ ഗസയുടെ അതിർത്തി ഭാഗത്ത് അവരുടെ ടാങ്കുകളുമായി ഗസയിലേക്ക് കടന്നിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഹമാസിന്റെ സാന്നിധ്യമുള്ള ഭാഗങ്ങളോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേസമയം റഫൈൽ ഇപ്പോൾ ഇസ്രായേലിന്റെ സൈന്യം കൂടുതൽ ഉൾഭാഗത്തിലേക്ക് കടന്നതോടുകൂടെയാണ് ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സൈന്യം അതിശക്തമായ ആക്രമണം നടത്തി 24 മണിക്കൂറിനിടയിൽ 90 ലക്ഷ്യങ്ങളെ ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം ഈ മനുഷ്യവേട്ടയിൽ പ്രതിഷേധിച്ച് യമനിൽ നിന്ന് ഹൂത്തികൾ 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് അയച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗുരിയോൻ ഈ അടുത്താണ് അത് താൽക്കാലികമായി അടച്ചിട്ടതിനു ശേഷം, അതായത് യമനിലെ ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം കാരണം ഈ ബെൻ ഗുരിയോൻ എയർപോർട്ട് അടച്ചിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇങ്ങനെ അത് വീണ്ടും തുറക്കുന്ന കാര്യം ഇസ്രായേൽ പരസ്യപ്പെടുത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഹൂത്തികളുടെ അടുത്ത ആക്രമണം ഉണ്ടാകുന്നത്. വലിയ രൂപത്തിൽ ആളുകളിൽ ഭയം സൃഷ്ടിക്കുകയും ആളുകൾ ബങ്കറിലേക്ക് ഒളിക്കുന്നതിന്റെ വീഡിയോകളെല്ലാം ഇപ്പോൾ കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ ഹെഡ്സിന് യമനിൽ നിന്ന് വന്ന ഒരു ബാലിസ്റ്റിക് മിസൈലിനെ തടയാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 2 മിസൈലുകളാണ് യമനിലെ ഹൂത്തികൾ ഇസ്രായേലിന്റെ ടെറിറ്ററിയിലേക്ക് അയച്ചിട്ടുള്ളത്. അതിൽ 2ാമത്തെ മിസൈൽ എവിടെ പതിച്ചു അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല.